അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ സ്ത്രീകളുടെ പള്ളിപ്രവേശവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായ ഒരു സംഭവവും അതുമായി ബന്ധപ്പെട്ട പ്രവാചകനെടുത്ത തീരുമാനവും ഇപ്പോൾ വിശകലനം ചെയ്യേണ്ടത് ആവശ്യമായി വന്നിട്ടുണ്ട്. കാരണം ഫിത്ന ഉണ്ടാവുകയാണെങ്കിൽ, പള്ളിയിൽ ഫിത്ന ഉണ്ടാകുമെന്നാണെങ്കിൽ പോകൽ കടുത്ത ഹറാമാണ് എന്ന് വാദിക്കുന്നവരും, മാത്രമല്ല ഇപ്പോൾ നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ തന്നെ ചില ആളുകൾക്ക് വീടാണ് ഉത്തമം എന്ന് തുടങ്ങുന്ന ഹദീസ് ഉദ്ധരിച്ച് പുസ്തകങ്ങളിലൊക്കെ വരാൻ തുടങ്ങിയ കാലവുമാണ്. അപ്പോൾ ഇത് വിശകലനം ചെയ്യുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ ഒരു സംഗതി നോക്കാം. ഇമാം അബൂ ദാവൂദും തിർമിദിയും ഇമാം അഹ്മദും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിലുള്ളത് അന്ന ഇംറഅത്തൻ ഖറജത്ത് അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, അലാ അഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു പെണ്ണ് തുരീദു സ്വലാ, നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെട്ടു. ഫതലഖാഹ റജുലൻ, അവളെ ഒരു പുരുഷൻ കാണുകയും ഫതജല്ലലഹാ ഫഖലാ മിൻഹാ ഹാജത്തഹു, അവളെ അയാൾ പീഡിപ്പിക്കുകയും അയാളുടെ ആവശ്യ പൂർത്തീകരണത്തിന് ഉപയോഗിക്കുകയും ചെയ്തു. ഫസ്വറഹത്ത്, ഈ അവസരത്തിൽ അവൾ നിലവിളിച്ചു. ആ സമയത്ത് ഫന്തലഖ, അയാൾ ഓടിപ്പോവുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിവരമറിഞ്ഞ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ, അന്ന് ഒരു സുബ്ഹി നമസ്കാരത്തിൻ്റെ സമയമാണിത്, കൂരാകൂരി ഇരുട്ടുള്ള ഒരു ദിവസമാണിത്. സുബ്ഹി നമസ്കാരത്തിന് വലസം മിനൽ ലൈലി എന്ന് പറഞ്ഞില്ലേ, കൂരാകൂരിട്ടുള്ള സമയത്ത് ഇങ്ങനെ സംഭവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണുങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് ഇതിൽ ആരാണ് നിന്നെ അപ്രകാരം ചെയ്തത് എന്ന് സ്ത്രീയോട് ചോദിക്കുകയും സ്ത്രീ ഒരാളുടെ നേരെ വിരൽ ചൂണ്ടുകയും ചെയ്തു. അങ്ങനെ അയാളുടെ പേരിൽ ശിക്ഷ നടപ്പാക്കാൻ ഒരുമ്പെടുന്ന സമയത്ത് യഥാർത്ഥത്തിലുള്ള പ്രതി ഇറങ്ങി വന്ന് നബിയോട് പറഞ്ഞു, റസൂലുള്ളാ, അയാളല്ല, ഞാനാണത് ചെയ്തത്, ആ സ്ത്രീക്ക് ആളെ മാറിപ്പോയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് ഖദ് ഗഫറല്ലാഹു ലക്കി, അള്ളാഹു നിനക്ക് പുറത്തു തരട്ടെ എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുകയും ഈ യഥാർത്ഥ പ്രതിയുടെ പേരിൽ ശിക്ഷ നടപ്പാക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പള്ളിയിൽ വന്ന ഒരു പെണ്ണിന് വരാവുന്ന ഏറ്റവും വലിയ ഫിത്ന എന്ന് പറഞ്ഞത് എന്താ? പള്ളിയിൽ വരലല്ലല്ലോ, ആ വരുന്ന പെണ്ണ് പീഡിപ്പിക്കപ്പെട്ടു, ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നതാണ്. അങ്ങനെ ഒരു വിപത്തുണ്ടായിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, സഹോദരിമാരെ, പള്ളിയിൽ വരുന്ന സ്ത്രീകളെ വരെ ആളുകൾ പീഡിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മേലിൽ ആരും പള്ളിയിൽ വരരുത് എന്ന ഒരു വാക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയുകയോ അങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയോ ചെയ്തിട്ടില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം, നമ്മൾ അത് ഇപ്പോൾ പറയുന്ന ഈ ഫിത്നയുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ടാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം സംഭവിച്ച സ്ത്രീകളുടെ വരവിലും പോക്കിലുമൊക്കെ സംഭവിച്ച അവരുടെ വേഷവിധാനം, അവരുടെ അച്ചടക്കമില്ലായ്മ, അവരുടെ ഔറത്ത് പ്രദർശനം ഒക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലേക്ക് റസൂലുള്ളാഹിൻ്റെ കാലശേഷം സ്ത്രീകൾ നീങ്ങിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ വളരെ പ്രസിദ്ധമായൊരു വാക്ക് നമ്മൾക്കൊക്കെ അറിയാം. ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് നോക്കുക. ഖാലത്ത് ലൗ അദറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അഹദസൻ നിസാ, സ്ത്രീകൾ ഇപ്പോൾ പുതുതായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ വേണ്ടാത്തരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിരുന്നെങ്കിൽ ലമനഅഹുന്നൽ മസാജിദ, പള്ളിയെ തൊട്ട് അവരെ തടയുമായിരുന്നു. കമാ മുനിഅത്തു നിസാഉ ബനി ഇസ്രായീൽ, ഇസ്രായേൽ സമൂഹത്തിലെ പെണ്ണുങ്ങൾ തടയപ്പെട്ടതുപോലെ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. അതായത് സുഗന്ധം വാരി വിതറുകയും വേഷത്തിൽ അണിഞ്ഞൊരുങ്ങി ആഡംബര പൂർണ്ണയായി പള്ളിയിലേക്ക് വരികയും പുരുഷന്മാർ കണ്ടാൽ ആകർഷണ വിധേയമാകാവുന്ന വിധത്തിൽ വേഷം ധരിക്കുകയും ഒക്കെ ചെയ്ത കാരണം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഇതെങ്ങാനും നബി കണ്ടിരുന്നെങ്കിൽ ഈ പെണ്ണുങ്ങളെ പള്ളിയിൽ നിന്ന് തടയുമായിരുന്നു. ഇസ്രായേലരായ പെണ്ണുങ്ങൾ ഇപ്രകാരം
വൃത്തികേടുകൾ കാണിച്ചത് കൊണ്ടാണ് നബി അല്ലാഹു തആല അവരെ തടഞ്ഞത് എന്ന് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ വരുന്ന പെണ്ണുങ്ങളോട് പ്രത്യേകമായി പറഞ്ഞിരുന്നു, എന്ത്? സുഗന്ധം പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് സുഗന്ധം പൂശാൻ പാടില്ല. ആണുങ്ങൾക്കാണെങ്കിൽ അത് സുന്നത്തുമാണ്. പള്ളിയിൽ വരുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾ പള്ളിയിൽ വരുമ്പോൾ ഒരിക്കലുണ്ടായൊരു സംഭവം ആയിഷ റളിയല്ലാഹു അൻഹ പറയണ കാലത്ത് ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസുൽ ഫിൽ മസ്ജിദി, ഒരിക്കൽ റസൂലുള്ള പള്ളിയിലിരിക്കുമ്പം ഇത് ദഖലത്ത് ഇംറഅത്തുൻ മിൻ മുസയ്യന, ഒരു പെണ്ണ് സുഗന്ധം പൂശിക്കൊണ്ട് നല്ല അണിഞ്ഞൊരുങ്ങി വരുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, സഹോദരങ്ങളെ, ജനങ്ങളെ, നിങ്ങൾ ഇന്ന നിസാഅക്കും അൻ ലുബ്സു സീന വ തബഖുരി ഫിൽ മസ്ജിദി, തീർച്ചയായും നിങ്ങളുടെ ഈ പെണ്ണുങ്ങളുണ്ടല്ലോ, ഇവർ പള്ളിയിൽ വരുമ്പം സുഗന്ധം പൂശുകയും വല്ലാതെ അണിഞ്ഞൊരുങ്ങുകയും ചെയ്യുന്നത് കാണുന്നുണ്ട്. ഫ ഇന്ന ബനി ഇസ്രായീല, തീർച്ചയായും ഈ ഇസ്രായേലിലുണ്ടല്ലോ, ലം യുൽ അനു ഹത്താ ലബിസ നിസാഅഹും സീന വ തബഖത്ന ഫിൽ മസാജിദി, ഈ ഇസ്രായേലിലായ പെണ്ണുങ്ങൾ ഇതുപോലെ അണിഞ്ഞൊരുങ്ങി സുഗന്ധം പുരട്ടി പള്ളിയിലേക്ക് വന്നപ്പോഴാണ് അവരെ പള്ളിയെ തൊട്ട് തടഞ്ഞത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് സംഭവിച്ചപ്പോൾ നബി അവർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, പള്ളിയിൽ വരുന്ന സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങിയോ ആഡംബരത്തോടു കൂടിയോ സുഗന്ധം പൂശിയോ വരാൻ പാടില്ല എന്ന് കൽപ്പിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിലക്കുകയോ ഇനി അവർ പള്ളിയിൽ വരാൻ പാടില്ല എന്ന് പറയുകയോ ചെയ്തില്ല. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ ഫത്വ ഒന്ന് കേൾക്കൂ. ഈ ഫത്വ പുറപ്പെടുവിക്കുന്ന ആളാരറിയോ? ഈ സമസ്തയുടെ മുൻപത്തെ മുഫ്തിയായിരുന്ന താജുൽ ഉലമാ, ഖുദ്വത്തുൽ മുഹഖ്ഖീൻ എന്നൊക്കെ അവർ അലങ്കാര പേര് കൊടുത്ത് ശ്രേഷ്ഠനായി ഉന്നത സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള സദഖത്തുള്ള കെ സദഖത്തുള്ള മുസ്ലിയാരുടെ ഒരു ഫത്വ നോക്കൂ നിങ്ങൾ. അദ്ദേഹം ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യോത്തര പുസ്തകത്തിലെ നുസ്രത്തുൽ അനാമിലെ ഫത്വയുടെ ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരമാണ് ഈ പറയുന്നത്. എല്ലാ സ്ത്രീകളും സഹോദരന്മാരും ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് മുജാഹിദുകളുടേതല്ല, സുന്നികളുടെ ഏറ്റവും ഉന്നതനായ ഒരു നേതാവായ മുഫ്തി ഫത്വ കൊടുക്കാൻ യോഗ്യതയുള്ള ഒരു പണ്ഡിതൻ്റെ ഫത്വ സമാഹരിച്ച കിതാബിലെ പുസ്തകത്തിലെ ചോദ്യവും ഉത്തരവും. ചോദ്യം 205, AP അബ്ദുൽ ഖാദർ ഉള്ളാൾ എന്നാദ്യം ചോദിക്കണം, സ്ത്രീകൾ പള്ളിയിൽ ജമാഅത്തിന് പോയിരുന്നത് ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങിയതിൻ്റെ മുമ്പ് മാത്രമോ അതല്ല പിന്നെയും പോയിരുന്നോ? ആയിഷ റളിയല്ലാഹു അൻഹയുടെയും ഇബ്നു ഉമറിൻ്റെയും വാക്കിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനം വരെ പോയിരുന്നുവെന്ന് വരുമോ? ഉത്തരം. അപ്പോൾ ഇതിൽ ഹിജാബിൻ്റെ ആയത്ത് ഏത്, മറ്റു കാര്യങ്ങൾ നമ്മൾ അടുത്ത ദിവസം വിശദീകരിക്കുന്നുണ്ട്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കൂ, ഇതിപ്പോൾ പറയേണ്ട കാര്യമാണ്. ഉത്തരം: ഹിജാബിൻ്റെ ആയത്തിറങ്ങിയ ശേഷവും സ്ത്രീകൾ പള്ളിയിൽ ജമാഅത്തിന് പോകാറുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ, ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോളൂ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ സുബ്ഹി നമസ്കാരത്തിനും ഇശാ നമസ്കാരത്തിനും പള്ളിയിൽ ജമാഅത്തിന് ഹാജരായിരുന്നു. ഉമർലാൻ്റെ കാലത്താണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇത് വിമ്മിഷ്ടമാണെന്നറിഞ്ഞിരിക്കെ നിങ്ങൾ എന്തുകൊണ്ട് പള്ളിയിൽ പോയി നമസ്കരിക്കുന്നുവെന്ന് അവരോട് ചോദിക്കപ്പെട്ടു. അപ്പോൾ ഉമർലാന് ഈ രണ്ടും രാത്രി നേരാണല്ലോ, ആ നേരത്ത് ഇങ്ങനെ പോകുന്നത്. നല്ല സൗന്ദര്യമുണ്ടായിരുന്ന ഉമർലാൻ്റെ ഭാര്യ ആത്തിക്ക ബീവിയെ ഉമർലാന് ചെറിയ ഒരു ആശങ്ക ഉണ്ടായിരുന്നു, അവരിങ്ങനെ രാത്രി ഇറങ്ങിപ്പോകുന്നതിന്, പള്ളിയിൽ പോകുന്നതിനല്ല. അപ്പോൾ എന്നിട്ടും നിങ്ങളെന്താണ് പള്ളിയിൽ പോകുന്നത് എന്ന് അവരോട് ആരോ ചോദിച്ചു. അപ്പോൾ അതിന് ആത്തിക്കാറുള്ളതിന് മറുപടി പറയട്ടോ, എന്നെ തടയുന്നതിന് അദ്ദേഹത്തിന് എന്താണ് തടസ്സമെന്നാണ് അവർ അതിന് മറുപടി പറഞ്ഞത്. നന്നെ തടഞ്ഞൂടെ എന്ന് ഉമർലാൻ്റെ ഭാര്യ ആത്തിക്ക ബീവി ഈ ചോദിച്ച ആളോട് ഉത്തരം പറഞ്ഞു. ഇനി അദ്ദേഹം ബാക്കി പറയട്ടോ, അള്ളാഹുവിൻ്റെ ദാസിമാരെ പള്ളി നിങ്ങൾ തടയരുത് എന്ന് റസൂലുള്ള പറഞ്ഞതാണ്. തടയുന്നതിന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ നിരോധിച്ചതെന്ന് ഇബ്നു ഉമർ പറഞ്ഞിട്ടുണ്ട്. അതായത് ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അള്ളാഹിൻ്റെ അടിയാത്തികളായ പെണ്ണുങ്ങളെ പള്ളിയെ തൊട്ട് തടയരുത് എന്ന് നബി പറഞ്ഞില്ലേ. അതിനാലാണ് ഉമർ
ഭാര്യയെ തടയാതിരുന്നത് എന്ന് ഉമറുല്ലാൻ്റെ മകൻ അബ്ദുല്ലാഹിബിൻ ഉമർ പറഞ്ഞിട്ടുണ്ട് എന്ന് ബുഖാരിയിലെ ഉദ്ധരണി ഈ മുഫ്തി പണ്ഡിതൻ ഇവിടെ എടുത്തുദ്ധരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നോക്കുള്ളൂ, ഉമർ റളിയല്ലാഹു അൻഹുവിന് കുത്തു തട്ടിയപ്പോൾ, എന്നാൽ ഉമറുല്ലാൻ്റെ പള്ളിയിൽ വെച്ച് കുത്തിയേക്കാണല്ലോ സുബഹിക്ക്, കുത്ത് തട്ടിയപ്പോൾ പ്രസ്തുത സ്ത്രീ പള്ളിയിലുണ്ടായിരുന്നുവെന്ന് ഫത്തുഹുൽ ബാരി പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ ഉമറുല്ലാനെ തൻ്റെ ഭർത്താവിനെ കുത്തുന്ന പള്ളിയിൽ വെച്ച് കുത്തിക്കൊല്ലാണ്ടായത് ഉമറുല്ലാൻ അറിയാലോ, ആ കാരണത്താലാണ് മരണപ്പെട്ടത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ പള്ളിയിലുണ്ടായിരുന്നുവെന്ന് ബുഖാരിയിൽ വന്നിട്ടുണ്ട്. ഫത്തുഹുൽ ബാരി അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനിയാണ് പ്രധാനപ്പെട്ട നമ്മുടെ ഈ ഫിത്തിനയുടെ കാര്യം വരുമ്പോൾ പറയുന്ന, ഫിത്തിന ഉണ്ടാകുമ്പോൾ പെണ്ണുങ്ങൾ പള്ളിയിൽ വരാൻ പാടില്ല, പെണ്ണുങ്ങൾ പള്ളിയിൽ വന്നാൽ ഫിത്തിന ഉണ്ടാവും എന്ന് പറഞ്ഞതിന് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഹദീസ്. ഇനി ഇദ്ദേഹം പറഞ്ഞിട്ടോളൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ശേഷം സ്ത്രീകൾ ഉണ്ടാക്കിയ പേക്കൂത്തുകൾ റസൂലുള്ള കണ്ടിരുന്നെങ്കിൽ ഇസ്രായേലി സന്തതികളിൽപ്പെട്ട സ്ത്രീകളെ പള്ളിയെ തൊട്ട് തടയപ്പെട്ടതുപോലെ റസൂൽ തടയുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ബുഖാരി റിവായത്ത് ചെയ്ത ഹദീത്തിൽ നിന്ന് ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങിയ ശേഷം സ്ത്രീകൾ പള്ളിയിൽ ജമാഅത്തിന് വരാറുണ്ടായിരുന്നു വ്യക്തമാകും. എന്തുകൊണ്ടെന്നാൽ ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് സ്ത്രീകൾ വന്നിരുന്നുവെന്ന് അവിതർക്കിതമാണ്, തർക്കമില്ലാത്ത കാര്യമാണ്. ഹിജാബിൻ്റെ ആയത്തിൻ്റെ ശേഷം റസൂലുള്ള വഫാത്താകുന്നത് വരെ തടഞ്ഞിട്ടുമില്ല. റസൂലുള്ളാൻ്റെ കാലശേഷം സ്ത്രീകൾ ഉണ്ടാക്കുന്ന പേക്കൂത്തുകൾ അള്ളാഹു അറിഞ്ഞിട്ടും സ്ത്രീകളെ വിലക്കണമെന്ന് അള്ളാഹു അവൻ്റെ റസൂലിന് വഹി അറിയിച്ചിട്ടുമില്ല. ഇത് അദ്ദേഹത്തിൻ്റെ ഫത്വയാണേ. ഈ ഫത്വ അദ്ദേഹത്ത് കൊടുക്കുന്നത് എവിടുന്നറിയോ? ബുഖാരിയുടെ ഷറഹായ പറഞ്ഞ ഹദീസുകളൊക്കെ വിശദീകരിച്ച് ഫത്തുഹുൽ ബാരിയിൽ വന്നിട്ടുള്ള ഉദ്ധരണിയാണ് അദ്ദേഹം ഇവിടെ എടുത്തു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണം. മുജാഹിദുകൾ പറഞ്ഞ ഒരു വാദമല്ല പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകുക എന്നുള്ളത്. അത് അള്ളാൻ്റെ റസൂൽ ചെയ്തതാണ്, പഠിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും കാലശേഷവും പെണ്ണുങ്ങൾ പള്ളിയിൽ പോയിരുന്നു, ജമാഅത്ത് നമസ്കരിച്ചിരുന്നു എന്ന് പറയുന്നത് സമസ്തയുടെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്ന മുഫ്തിയായിരുന്ന സദഖത്തുള്ള മുസ്ലിയാരാണ്. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം മിക്കവാറും പല സ്ഥലങ്ങളിലും ഇന്നും വാങ്ങാൻ കിട്ടുന്നതാണ്. പറഞ്ഞു വന്നത്, ഫിത്ന ഉണ്ടാകുന്നോ ഫിത്ന ഉണ്ടാവില്ല എന്നുള്ളതൊന്നല്ല പെണ്ണുങ്ങളും പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയം. അവർ പള്ളിയിൽ വരുമ്പം അടക്കത്തിലും ഒതുക്കത്തിലും നല്ല വസ്ത്രധാരണത്തിലും സുഗന്ധം പൂശാതെയും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കാതെയും അലങ്കാരം നല്ല അലങ്കാരത്തോടെ അണിഞ്ഞൊരുങ്ങി ആഡംബരപൂർണ്ണയായി വരേണ്ടതല്ല അവൾ പള്ളിയിൽ എന്ന് റസൂലുള്ള പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. റസൂലുള്ളാൻ്റെ കാലത്ത് തന്നെ ഇത് കണ്ടപ്പോൾ റസൂലുള്ള പറഞ്ഞ്, ബനൂ ഇസ്രായേലിലെ പെണ്ണുങ്ങൾ ഇങ്ങനെ വന്നതുകൊണ്ടാണ് നിരോധിച്ചത് ട്ടോ എന്ന് അവരോട് മുന്നറിയിപ്പ് നൽകുകയും അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വരുന്ന പെണ്ണുങ്ങളെ ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറയുകയും ചെയ്യാനുള്ള കാരണം, ഫിത്ന ഉണ്ടാകുന്നാണെങ്കിൽ അതിനുള്ള പരിഹാരം ഉണ്ടാക്കുകയാണ് ചെയ്തത്. ബലാത്സംഗം നടന്നിട്ട് പോലും നബി ഇനി പള്ളിയിൽ വരണ്ട എന്നല്ല പറഞ്ഞത്, അയാളെ പേരിൽ ശിക്ഷ നടപ്പാക്കി. പിന്നീട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ടായത് ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവരുടെ ഔറത്ത് കാണാവുന്ന വിധം പിന്നിലുള്ള സ്ത്രീകളോട് അങ്ങനെ ഒരവസ്ഥ വരുമ്പോൾ കൂടി റസൂലുള്ള പറഞ്ഞത്, അവർ സുജൂദ് ചെയ്തു, ഒപ്പം നിങ്ങൾ സുജൂദിലേക്ക് പോകണം. അവർ സുജൂദിൽ നിന്ന് തല ഉയർത്തുന്ന സമയത്ത് ഉയർത്തി ഇരുന്നു എന്നുറപ്പ് വന്നിട്ടേ നിങ്ങൾ തല ഉയർത്താവൂ എന്ന് സ്ത്രീകളോട് പറയുമ്പോൾ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിൽ ഒരു മറ പോലും ഇല്ലാതെയാണ് അവിടെ നമസ്കാരം നടന്നത് എന്ന കാര്യം ഓരോ ആളുകളും ശ്രദ്ധിക്കണം. ഇതൊക്കെ ഇപ്പം നമ്മൾ ഗൗരവത്തിൽ പറയാൻ കാരണം, ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചില ആളുകൾക്ക് പെണ്ണുങ്ങൾക്ക് വീടാണ് ഉത്തമം എന്ന ഹദീസൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് നാളെ ഹിജാബിൻ്റെ ആയത്തിനെ സംബന്ധിച്ചും നാളെ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു തആല ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവരെയും കഠിനമായ നരകശിക്ഷയിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലീനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ
വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൽ അമീൻ വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.